സ്നേഹം നിറഞ്ഞവരെ, ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു സംഗീത വിരുന്നാണ്, സ്വർഗീയ അനുഭവമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ പാട്ടുകൾ പാടുന്ന എല്ലാവരും 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. അത് കേൾക്കുന്നവൻ ആ പ്രാർത്ഥനയിൽ, ആ പാട്ടിൽ ലയിച്ച് തമ്പുരാനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറുകയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു ശ്രേഷ്ഠ വൈദികനാണ്, അസാധ്യമായിട്ട് പാടുന്ന ഒരച്ഛനാണ്. ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരച്ഛനാണ്. അച്ഛനേറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, യൂട്യൂബിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അച്ഛാ, ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം, ഒരു സ്വപ്നങ്ങളിലൊന്നാണ് ഫ്ലവേഴ്സിൻ്റെ ഒത്തിരി അച്ഛന്മാർ കോമഡി ഉത്സവത്തിൽ വന്നപ്പോൾ പലരും എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നാണ് വരുന്നത്? അപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പേ ഉള്ള ചോദ്യമാണിത്. പക്ഷെ വളരെ യാദൃച്ഛികമായിട്ട് ഒരാൾ വഴി ഞാൻ ഫ്ലവേഴ്സിൻ്റെ കോമഡി ഉത്സവത്തിൽ വന്നു. 2-3 പാട്ടുകളോളം പാടി. അതിൽ 2 പാട്ടുകൾ അവർ സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, സിനിമ പാട്ടാണ് എങ്കിൽ പോലും അതിനേക്കാൾ ഉപരി അതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് തന്നെയാണ്. ഉയിരിൻനാഥനെ എന്നുള്ള പാട്ട്, ജോസഫ് എന്ന സിനിമയിലെ. അച്ഛാ, ഈ പാട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ഉയിരിൻനാഥനെ എന്ന പാട്ട് കേട്ടു നമുക്ക് ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കാം. ഞാനെന്നൊരു ജന്മം നീ തന്ന സമ്മാനം, ആനന്ദമാ ഉറവേ. ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ, ഓരോ ദിനം കഴിയേ. കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ. നെഞ്ചു നീറിടുമ്പോഴും എൻ്റെ താളമായി നീ, ആലംബമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. എൻ്റെ മുൾപാതയിൽ ഉൾപ്പൂവു നീട്ടു കേഴുന്നു, എൻ്റെ കണ്ണീർ കണം തൂവാല പോ മായ്ക്കുന്നു നീ. ഉയിരിൻ നാഥനെ, ഉലകിൻ നാഥിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. എൻ്റെ മുൾപാതയിൽ ഉൾപ്പൂവു നീട്ടു കേഴുന്നു, എൻ്റെ കണ്ണീർ കണം തൂവാല പോ മായ്ക്കുന്നു നീ. ഉയിരിൻ നാഥനെ, ഉലകിൻ നാഥിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ. സൂപ്പറായിട്ടുണ്ട്, നല്ല ശബ്ദം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളൊരു പാട്ടാണിത്. അതെ, ഇത് ഇച്ചിരി നമ്മുടെ സിനിമയിൽ അതേ ഈ പിച്ചിൽ തന്നെയാണ് പാടിയിട്ടുള്ളത്. ഹൈ പിച്ച് വരുന്നുണ്ട്. അതെ, അവിടെ അതിൻ്റെ കവർ സോങ് നോക്കിയാൽ, നമ്മൾ യൂട്യൂബിനകത്ത് നോക്കിയാൽ അധികം പേര് ആ പാട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അത്
ഇച്ചിരി ഹൈ പിച്ചിൽ പാടുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്. കാരണം ഇത് അച്ഛൻ്റെ പാട്ടും വളരെ ഹിറ്റായി. അപ്പം ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ നമ്മൾ പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം. ഒത്തിരി അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ കളിയാക്കും. പക്ഷെ എൻ്റെ പരിമിതമായ, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, പരിമിതമായ ഇതിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പാടിയതാണ്. അച്ഛൻ പറഞ്ഞു പാട്ട് പഠിച്ചിട്ടില്ലെന്നൊക്കെ അല്ലേ? പാട്ട് പഠിച്ചിട്ടില്ല അച്ഛൻ. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് പാട്ട് പഠിച്ചില്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത്രയും പഠിക്കാതെ ഇത്രയും പാടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് അച്ഛനെ കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുക. കാരണം എനിക്ക് ദൈവം തന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കാര്യമായി ഞാൻ കാണുന്നത് എൻ്റെ ശബ്ദമാണ്. ദൈവത്തിന് ദാനമായി തന്ന ശബ്ദം. നമുക്കറിയാം ഒരു പാട്ടിന് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നത് ശബ്ദത്തിലാണ്. കെസ്റ്ററിൻ്റെ ഒരു പാട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പാടാം, ഏതെങ്കിലും ഒരു പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഒന്നുമില്ലായ്മയിൽ. മനോഹരമായ ഗാനം. ആ പാട്ടിലോട്ട് നമുക്ക് പോകാം. ഓക്കെ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. എത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണ് അറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണ് അറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്യും
നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേകയാശ്രയം. പ്രിയപ്പെട്ട അച്ഛ, അസാധ്യമായിട്ട് പാടി. കസ്ട്രിയേട്ടൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ ഒരു പാട്ടാണ് ഈ പാട്ട്. പക്ഷെ അച്ഛൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാനിടയാതൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കിയാണ്. അച്ഛാ, രണ്ടു മൂന്ന് ചോദ്യം. ഒന്ന്, പെട്ടെന്ന് ഈ പാട്ട് സെലക്ട് ചെയ്യാൻ എൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? പിന്നെ വീട്ടിൽ ആരെങ്കിലുമായിട്ടൊക്കെ ഇങ്ങനെ പാടുന്ന അല്ലെങ്കിൽ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? പിന്നെ അച്ഛൻ ഇപ്പോൾ പാട്ടിൻ്റെ ഫീൽഡാണല്ലോ, ഇനിയിപ്പോൾ അച്ഛൻ്റെ ഭാവി പാട്ടിലൂടെ ഈശോയെ കൊടുക്കുക, എന്തെങ്കിലും ആ ഭാവിയെ പറ്റിയും കൂടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അച്ഛനെ ചോദിച്ചത് കെസ്റ്ററിൻ്റെ പാട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് കെസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൂടുതൽ ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ ഈ പാട്ട് സെലക്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം ഇതിനകത്തെ വരികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില നിർണായക നിമിഷങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ അത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ. അപ്പോൾ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്ത് നന്ദി ചൊല്ലിയാലും മതിയാവത്തില്ല. ദൈവം ദാനമായി തന്ന ഈ ജീവിതം ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഇത്രത്തോളം എന്നെ വളർത്തി വലുതാക്കി. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വരികളെന്ന് പറയുന്നത്, ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ, നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുക ആയിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പല സഹനങ്ങളും പല വേദനകളുമൊക്കെ നമ്മൾ വിചാരിക്കും ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണെന്ന്. പക്ഷേ വേദനകളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് സ്വീകരിക്കുന്നതിന് ദൈവം നമുക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. വേദനകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? സാജനച്ചൻ പറഞ്ഞതുപോലെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നുള്ള ഗാനം പാടിയ സാജനച്ചൻ്റെ ഒരു വാക്കുണ്ട്. വേദനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്ന വേദനകളെ അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്നലകൾ തന്ന വേദനകളൊക്കെ ദൈവത്തോട് ചേർത്ത് നിർത്തുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ, അതുകൊണ്ടാണ് നമ്മുടെ വേദനകൾ സഹനങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അത് ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവമായിട്ട് ഈ പാട്ടിനെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ സെലക്ട് ചെയ്തത്. അച്ഛാ, വീട്ടിൽ ചാച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, നിങ്ങൾ 3 മക്കൾ. അത് അച്ഛൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം അച്ഛനിപ്പോൾ നല്ലപോലെ നല്ല ശബ്ദത്തിൽ നല്ല ഒരു പ്രൊഫഷണൽ ഗായകനായിട്ട് മാറിയിരിക്കുകയാണ്. സത്യമായിട്ട് വീട്ടിലാരെങ്കിലുമായിട്ട് ഇങ്ങനെ പാടുമായിരുന്നോ? സഹോദരങ്ങളോ? ഇപ്പോൾ ചാച്ചൻ മരിച്ചുപോയി, പിന്നെ അമ്മച്ചി, ആരെങ്കിലുമായിട്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട്? അതായത് പണ്ട് എനിക്ക് കൊച്ചുനാളിൽ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, നല്ല സ്വരം കിട്ടാൻ വേണ്ടി കിളുന്ന മാവില കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ കിളുന്ന മാവിലയൊക്കെ കൊച്ചുനാളിൽ കഴിക്കും. അപ്പം എന്താണ് അതിൻ്റെ കാരണമെന്നൊന്നും അറിയത്തില്ല, എവിടെയോ വായിച്ച് കേട്ടതാണ്. പക്ഷേ അത് ഒരു തരത്തിൽ
ഇപ്പോൾ എല്ലാവരും എൻ്റെ സൗണ്ട് കേട്ട് അത് നല്ല സൗണ്ടാണെന്ന് പറയുമ്പോൾ ഞാൻ ആ പഴയ കാലം ഓർക്കുകയാണ്. അതുപോലെ എൻ്റെ പപ്പ മരിച്ചുപോയെങ്കിലും പപ്പ ചെറുതായിട്ട് പാടുമായിരുന്നു. അന്ന് പാട്ടിൻ്റെ അങ്ങനെ ഒരു പാട്ടിനോട് അങ്ങനല്ല, വീട്ടിൽ പാടുന്നതിൽ ഞാൻ ഇച്ചിരി നന്നായിട്ട് താളത്തിൽ പാടുന്നത് പപ്പായുണ്ട്. പപ്പായ്ക്ക് നല്ല ഒരു ബേസ് വോയിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത്, ഒരു ഞങ്ങളുടെ കുടുംബത്തിലൊരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പപ്പായുടെ അപ്പനും ഇങ്ങനെ പാട്ട് പാടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ എങ്കിലും അതൊക്കെ ഉണ്ടാകാമായിരിക്കാം, എന്തെങ്കിലും ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. എന്നാലും അങ്ങനെയുള്ള ഒരു പാട്ടിൻ്റെ ഒരു വലിയ ഒരു പിന്തുണ ഇവിടെ അല്ല, എല്ലാവരും പാടുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് ഞാനിത് കുറച്ചുകൂടെ ട്രൈ ചെയ്ത് ഇങ്ങനെ പാടി കുറച്ച് തെളിഞ്ഞ വോയിസാണ് ഇപ്പോഴത്തെ വോയിസ്. അത് വീട്ടിലങ്ങനെ ബാക്ക്ഗ്രൗണ്ട് അറിയപ്പെടുന്ന തരത്തിലൊന്നുമില്ല, ആരും തന്നെ ഇല്ല. ചേട്ടനായാലും അനിയനായാലും മമ്മി വീട്ടിൽ പാടും, നമ്മുടെ അമ്മമാർ പാടുമല്ലോ വീട്ടിൽ. അതുപോലെ ചേട്ടനായാലും അനിയനായാലും പാടുന്നവരല്ല. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഉള്ളതെന്ന് തോന്നുന്നു. ആ സൗണ്ടിൻ്റെ അകത്ത് പപ്പായുടെ ആ സൗണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ചെറിയൊരു ബേസ് വോയിസ്. ഇപ്പോൾ പഠിക്കാനായിട്ട് അതെ, കോളേജിൽ RLV, നമ്മുടെ എറണാകുളത്ത് RLV കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നു. പൂരിപ്പിച്ച് അതായത് അവിടെ ഞാൻ ചെന്നപ്പോൾ പൂരിപ്പിച്ച കാര്യങ്ങളിങ്ങനെ ഓരോരുത്തരും വന്ന് പൂരിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ +2 പാസ്സായ വർഷം 2003. അപ്പം അതിൻ്റെ അപ്പുറത്ത് പൂരിപ്പിച്ചുകൊണ്ടിരുന്ന കൊച്ചിൻ്റെ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് അവർ എന്നെ ഒന്ന് നോക്കി പൂരിപ്പിച്ചുകൊണ്ടിരുന്നപ്പം. അപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് അനുസരിച്ച് പൂരിപ്പിച്ച് കൊടുക്കും. നമ്മുടെ കൂടെ പഠിക്കുന്നവർ അധികം വയസ്സൊന്നുമില്ലല്ലോ അവർക്ക്. അപ്പം നമുക്ക് ഈ ഒരു പ്രായത്തിലാണത് തോന്നിയത്. പക്ഷേ പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, ഒരു അഡ്മിഷൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കിട്ടിയാൽ അവിടെ ഒരു അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ BA മ്യൂസിക് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനായിട്ട് പിതാവ് എനിക്ക് ഒരു പള്ളിയെ തന്നിട്ടുള്ളൂ. ഞങ്ങളുടെ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യൂസ് പിതാവിനോട് ഞാൻ ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പിതാവ് എനിക്കൊരു പള്ളി മാത്രമേ തന്നിട്ടുള്ളൂ. അച്ഛാ, ഒരു പാട്ട് കൂടി ഒന്ന് പാടിയല്ലോ. തീർച്ചയായിട്ടും. അച്ഛൻ പാടാൻ പോകുന്ന പാട്ട് എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം എന്നുള്ള ഗാനമാണ്. സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനുമമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനുമമ്മയും വീടും ധനങ്ങളും വസ്തു
പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അച്ഛാ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായി കേൾക്കാൻ. താങ്ക് യു. ജീവജാലങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. മനോഹരമായ ഗാനം, അടിപൊളിയായിട്ട് അച്ഛൻ പാടി. അതെ, ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗാനമാണത്. എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഇത് സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഒരു പാട്ടാണ്. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ടുകളോട് എനിക്ക് വലിയ ഒരു ഇഷ്ടമാണ്. കാരണം കൂടുതൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഞാൻ കേൾക്കാറുള്ളത്. പണ്ട് നമുക്കറിയാം, ഇപ്പോൾ പുതിയ പാട്ടുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ അർത്ഥമുള്ള കുറേ പാട്ടുകൾ സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയിട്ടുണ്ട്. ആരും സഹായമില്ല എല്ലാവരും എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു വെള്ളപ്പൊക്ക സമയത്ത് ആരും സഹായമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഭക്ഷണം കൊണ്ട് കൊടുത്ത് അദ്ദേഹത്തിനൊരു ചരിത്രമുണ്ട്. അപ്പോൾ ആ എഴുതിയ ഒരു പാട്ടാണ് ഇത്, ഒരു വെള്ളപ്പൊക്കത്തിൽ ആരും സഹായമില്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ചരിത്രം, ഓരോ പാട്ടിനും ഒരു ചരിത്രമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ടായതുകൊണ്ടും ഇത് എനിക്കിഷ്ടപ്പെട്ട പാട്ടായതുകൊണ്ടുമാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. തീർച്ചയായും നന്ദിയുടെ ഒരു പാട്ട് അല്ലേ, എല്ലാം നൽകുന്ന ദൈവത്തിന് നന്ദി. അനേക ആളുകൾക്ക് ഈ പാട്ടൊരു ആശ്വാസമായി മാറും. അവരുടെ ദുഃഖാവസ്ഥയിൽ ആരും സഹായമില്ലാതെ നിലവിളിക്കുന്ന അനേക ആളുകൾക്ക് ദൈവത്തെ മുൻനിർത്തി ജീവിപ്പാൻ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഈ പാട്ട് സഹായമാവും. അച്ഛൻ്റെ ഈ സാന്നിധ്യം ഈ എപ്പിസോഡ് വളരെ ഭംഗിയാക്കി. ഞാൻ ധന്യനാണ്. അച്ഛൻ്റെ പാട്ട് കേട്ട എല്ലാവരും ധന്യരാണ്. അച്ഛൻ്റെ പാട്ട് കേൾക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം ഉള്ള ഒരു ദിവസമായിട്ട് മാറിയത്. പിന്നെ അച്ഛൻ്റെ ജീവിത സാക്ഷ്യങ്ങളൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറി. അച്ഛൻ ഒത്തിരി നന്ദി. അച്ഛൻ്റെ സമയം ഞങ്ങളുടെ ഒപ്പം ചെലവഴിച്ചതിനും ഈശോയെ പാട്ടിലൂടെ ഞങ്ങൾക്കൊക്കെ നൽകിയതിനും ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛാ തുടർന്നും ഒരുപാട് പാട്ടുകൾ അച്ഛൻ ഇറക്കട്ടെ, പഠിച്ച് ഉന്നതങ്ങളിലെത്തട്ടെ, നല്ല നല്ല ഗാനങ്ങൾ എല്ലാവരുടെയും അച്ഛൻ്റെ സ്വരത്തിലൂടെ വരട്ടെ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥന ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം അച്ഛന് എൻ്റെ പാട്ടുകളല്ലേ കേട്ടെ, ഇനിയും അച്ഛൻ്റെ ഒരു പാട്ടുകൂടെ കേൾക്കാൻ എനിക്കാഗ്രഹമുണ്ട്. അച്ഛൻ കുറേ പാട്ടുകൾ അച്ഛൻ പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചകളിലാണെന്നുണ്ട് ആഴങ്ങൾ തേടുന്ന ദൈവം എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ യൂട്യൂബിൽ കുറെ നാൾ മുമ്പ് പാട്ട് പാടിയത്, ചിലപ്പോൾ അച്ഛൻ ഞാൻ കഴിഞ്ഞ ഇടയ്ക്കായിരിക്കാം. അപ്പോൾ ഞാൻ ഓർത്തു ഇതൊരു ഭാഗ്യമുള്ള ദിവസമാണല്ലോ, അപ്പം അച്ഛനോട് ചേർന്ന് ഒരു പാട്ട് പാടാനൊരു പാട്ട് പാടാലോ. തീർച്ചയായിട്ടും ഈ ആഴങ്ങൾ തേടുന്ന ദൈവം ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഗാനമാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് പാടാം.
ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാ ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ അനന്തമാ ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറവറ്റി അണയുമെൻ ചാരേ, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുമെൻ ചാരേ, തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റ കരം നൽകും ദൈവം, തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം. ഹെവൻലി മെലോഡീസിൻ്റെ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പുതിയ വിശേഷങ്ങളും പാട്ടുകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഉയിരിൻ നാഥനെ, ഉലകിൻ നാഥിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ, ആലംബമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ.